കൂട്ടുകാരെ, 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 5ാമത്തെ യൂണിറ്റായ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസിൻ്റെ 2ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. There are diverse societies and cultures existing in the whole world. ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? വൈവിധ്യങ്ങളായിട്ടുള്ള സമൂഹങ്ങളും സംസ്കാരങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. The culture of India too is incredibly rich with diversity. നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം നോക്കുകയാണെങ്കിലും ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. Our country is home to a wide variety of religions, castes and tribal communities. അപ്പോൾ നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? വൈവിധ്യപൂർവമായിട്ടുള്ള പല ജാതിയും മതവും സമൂഹങ്ങളുമൊക്കെ ചേർന്നതാണ്. ഈച്ച് വൺ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ് ട്രഡീഷൻ ആൻഡ് കൾച്ചർ. സിമിലർലി എ റിമാർക്കബിൾ ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഓരോരുത്തർക്കും എന്താണ്? ഓരോ വ്യത്യസ്ത തരത്തിലുള്ള പാരമ്പര്യങ്ങളും സംസ്കാരവും ഒക്കെ ഉണ്ട്. ഇതുപോലെ പലതരത്തിലുള്ള ഭാഷകൾ ചേർന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? മിക്കവാറും ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഭാഷകളായിരിക്കും സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കറൻസി തന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറൻസിയിൽ എത്ര ലാംഗ്വേജുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതായത് ഇപ്പോൾ ഒരു കറൻസിയിൽ ഇതിപ്പോൾ 1 രൂപ നോട്ടാണ്, അല്ലേ? അപ്പോൾ ഈ 1 രൂപ എന്നുള്ളത് പല ഭാഷകളിൽ കറൻസിയിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആകെ 17 ഭാഷകളിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതിയിട്ടുള്ളത്. ആ സൈഡിൽ താഴെയായിട്ട് 15 ഭാഷകളും ഇത് കൂടാതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഭാഷകളാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 22 ഭാഷകളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ താഴെ തന്നിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൾച്ചറൽ ഫീച്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ചെയ്ത് നോക്കുമല്ലോ. അടുത്തതായിട്ട് നമ്മൾ കൾച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഫീച്ചറാണ് കൾച്ചർ ഈസ് ലേൺഡ് എന്നുള്ളത്. അതായത് കൾച്ചർ നമ്മൾ എന്ത് ചെയ്യാണ്? പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓണം ഈസ് വൺ ഓഫ് ദ മേജർ ഫെസ്റ്റിവൽ ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. യു സെലിബ്രേറ്റ് ഓണം ഇൻ സ്കൂൾ ഡോണ്ട് യു? നിങ്ങൾ സ്കൂളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? അപ്പോൾ ഓണത്തിന് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്? പ്രിപ്പയറിങ് പൂക്കളം, പ്രിപ്പയറിങ് ഓണം ഫീസ്റ്റ്, അല്ലേ? നമ്മൾ പൂക്കളം തയ്യാറാക്കും, ഓണസദ്യ തയ്യാറാക്കും, ഇതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മളിതിൽ എവിടെ നിന്നാണ് പഠിച്ചത്? അതായത് ഓണത്തിന് പൂക്കളം ഇടുമെന്നും ഓണസദ്യ തയ്യാറാക്കുമെന്നും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചത്? നമ്മൾ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നുണ്ടല്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ അച്ഛനമ്മമാരോ മറ്റു ബന്ധുക്കളോ ഒക്കെ പറഞ്ഞാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇതുകൂടാതെ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ കാണാറില്ലേ? ക്ലബ്ബുകളുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തിലുള്ള ആളുകളുടെ നേതൃത്വത്തിലോ ഒക്കെ പൂക്കളമൊക്കെ പൊതുവായിട്ട് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പൊതുവായിട്ട് മത്സരങ്ങളൊക്കെ നടത്തുന്നതോ അല്ലെങ്കിൽ സദ്യയൊക്കെ തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഫാമിലിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നു, സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഇക്കാര്യം പഠിക്കുന്നുണ്ട്, അല്ലേ? കൾച്ചർ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഇന്നേറ്റ്. വി അക്വയർ കൾച്ചർ ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ദാറ്റ് ഹാപ്പൻസ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് ഫാമിലി, സ്കൂൾ, പിയേഴ്സ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ജന്മനാ കിട്ടുന്നൊരു സാധനമല്ല. അതെങ്ങനെയാണ്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത്. അത് ആരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ്? നമ്മുടെ ഫാമിലി, സ്കൂള്, പിയേഴ്സ്, നമ്മുടെ സമപ്രായക്കാർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹം, ഇവിടെ നിന്നൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. വി ലേൺ ഹൗ ടു റെസ്പെക്ട് എൽഡേഴ്സ് യൂഷ്വലി ഫ്രം അവർ ഫാമിലി. എങ്ങനെയാണ് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നല്ലേ പഠിക്കുന്നത്. ഹൗ ടു ബിഹേവ് ഇൻ സൊസൈറ്റി ഈസ് ലേൺഡ് ഫ്രം ഫാമിലി, സ്കൂൾ, പിയേഴ്സ് ആൻഡ് ദ സൊസൈറ്റി. ഇനി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ പെരുമാറേണ്ടത് എന്നൊക്കെ നമ്മൾ കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ പഠിക്കുന്നു. കൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ എന്താണ്? ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിൽ കൾച്ചറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എൻകൾച്ചറേഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ലേണിംഗ് ആൻഡ് ഹാബിച്വലൈസിങ് ദെയർ ഓൺ കൾച്ചർ. അപ്പോൾ എന്താണ് എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു? ഒരു സംസ്കാരത്തെ പഠിച്ചെടുക്കുകയും അത് തൻ്റെ ശീലമാക്കി മാറ്റുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് കൾച്ചറൽ പ്രാക്ടീസസ് നമ്മൾ പഠിച്ചെടുത്തത് ഏതൊക്കെയാണ്? സ്റ്റാൻഡിങ് അപ്പ് ഡ്യൂറിങ് നാഷണൽ ആന്തം. അപ്പോൾ നാഷണൽ ആന്തം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചതല്ലേ? അതുപോലെ റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ്, നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ റെസ്പെക്ട് ഫുഡ്, നമ്മൾ ഭക്ഷണത്തെ എന്തായിരിക്കണം? ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. റെസ്പെക്ട് അതേഴ്സ് ബിലീഫ്സ്, അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ കൾച്ചർ ഈസ് ലേൺഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യണം എന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൾച്ചറിൻ്റെ ഒരു ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത് കൾച്ചർ ഈസ് ലേൺഡ് അല്ലെങ്കിൽ എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചർ ഈസ് ഷെയർഡ്. ഇൻ സ്കൂൾ യു ഈറ്റ് ടുഗദർ വിത്ത് യുവർ ഫ്രണ്ട്സ് വൈൽ സെലിബ്രേറ്റിംഗ് ഓണം ഫീസ്റ്റ്. അപ്പോൾ നമ്മൾ ഓണസദ്യ ഒന്നിച്ചല്ലേ കഴിച്ചത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ചോദിച്ചേക്കുന്ന ഓണം ഫീസ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു. പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി സിറ്റ് ടുഗദർ ആൻഡ് ഹാവ് ഫുഡ്. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ഓണസദ്യയിൽ എന്താണുള്ളത്, സെർവിങ് ഫുഡ് ഓൺ ബനാന ലീവ്സ്. എല്ലാവർക്കും വാഴയിലയിലല്ലേ ഭക്ഷണം വിളമ്പിയത്. അതുപോലെ സെർവിങ് സെയിം ഫുഡ് ടു ഓൾ. വന്ന എല്ലാവർക്കും ഒരേ തരം ഭക്ഷണമാണ് എന്ത് ചെയ്യുന്നത്, വിളമ്പുന്നത് അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ എബൌട്ട് ദ ഗ്യാതറിങ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇത് ഫുഡ് എന്നുള്ളതിനപ്പുറം എന്താണ്, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു ചേരുന്നത് കൂടിയാണ് ഓണാഘോഷം അല്ലെങ്കിൽ ഓണസദ്യ എന്ന് പറയുന്നത്. കോമൺ ട്രഡീഷൻസ് സച്ച് എസ് ഈറ്റിംഗ് ഫുഡ് സെർവ്ഡ് ഓൺ ബനാന ലീവ്സ് വൈൽ സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ ഈസ് പാർട്ട് ഓഫ് ഓണം. അപ്പോൾ എന്താണ്, അതായത് വാഴയിലയിട്ട് തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മളുടെ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ് ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഇത് എന്തിന് കാരണമാകുന്നു, നമുക്കൊരു ഐക്യമുണ്ടാകാനും അതുപോലെ ഒരു സാമൂഹ്യ പങ്കാളിത്തം ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നു. കൾച്ചർ ഈസ് കളക്റ്റീവ്ലി റിസീവ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് സെലിബ്രേഷൻസ്. അപ്പോൾ നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഭക്ഷണത്തിലൂടെയും ആഘോഷങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുകയും നമ്മളത് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ ദിസ് മാനർ കൾച്ചർ ഈസ് ഷെയർഡ് അമംഗ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് എന്ത് പറയാം, കൾച്ചർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലെ അംഗങ്ങൾക്കിടയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒന്നാണെന്ന് അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ കൾച്ചർ ഈസ് ഷെയർഡ് അമംഗ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കൾച്ചർ ഈസ് സിംബോളിക്. വാട്ട് ഓൾ സിംബൽസ് ഡു യു നോ ദാറ്റ് റിപ്രസെൻറ്റ് നാഷണലിസം. നാഷണലിസത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തൊക്കെ സിംബലുകളാണ് നിങ്ങൾക്കറിയാവുന്നത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, നാഷണൽ ആന്തം തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ സിംബലുകൾ അറിയാം, നാഷണൽ ഫ്ലാഗ്, നാഷണൽ എംബ്ലം, നാഷണൽ ഫ്ലവർ, ഇതെല്ലാം നമുക്കറിയാം അല്ലേ. അതൊക്കെ ഇതെന്താണ്, നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന പ്രതീകങ്ങളാണ് അല്ലെങ്കിൽ സിംബലുകളാണ് ഇവയെല്ലാം. ഒബ്സർവ് ദ എബോവ് പിക്ചർ, ദീസ് ആർ സം ഓഫ് ദ സിംബൽസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആൻഡ് കൾച്ചർ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയതയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്ന ചില സിംബലുകളാണ് ഇവിടെയുള്ള. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്, അതാണ് നമ്മളുടെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത്. എന്താ തന്നിരിക്കുന്നത്, നമ്മളുടെ നാഷണൽ ഫ്ലാഗ് അല്ലേ. അതിനുശേഷം എന്താ തന്നിരിക്കുന്നത്, നമ്മുടെ നാഷണൽ ബേർഡിനെയാണ് തന്നിരിക്കുന്നത്. നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, പാട്രിയോട്ടിക് സോങ്സ് ആൻഡ് സോ ഓൺ എവോക്ക് എ ഫീലിംഗ് ഓഫ് നാഷണലിസം ഇൻ അസ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഈ ദേശീയ ഗാനവും നമ്മളുടെ ദേശീയ പതാകയും അതുപോലെ തന്നെ ദേശഭക്തി ഗാനങ്ങളും ഒക്കെ എന്തിനു സഹായിക്കുന്നു, നമ്മളുടെ ഉള്ളിലെ നാഷണലിസത്തെ, ദേശീയതയെ ഉണർത്തുന്നതിന് സഹായിക്കുന്നവയാണ്. നാഷണലിസം റെപ്രസെൻറ്റ് പാട്രിയോട്ടിസം ആൻഡ് നാഷണൽ യൂണിറ്റി. സിമിലർലി symbols such as language, gestures, and objects are used to indicate culture. These symbols help in nourishing culture and values. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവയൊക്കെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഉള്ളിലുള്ള ദേശത്തോടുള്ള നമ്മുടെ സ്നേഹത്തെയും ദേശീയതയെയും ഐക്യത്തെയൊക്കെ ഉണർത്താൻ സഹായിക്കുന്ന സിംബലുകളാണ്. ഇതേപോലെ മറ്റ് സിംബലുകൾ, നമ്മളുടെ എന്തൊക്കെ സിംബലുകളാണ്, നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതുപോലെ ജസ്റ്റേഴ്സ്. അതിപ്പോൾ എന്താണ്, നമ്മളിപ്പം ഒരു ഗസ്റ്റോ അല്ലെങ്കിൽ എന്താണ് നമ്മളെക്കാട്ടി മുതിർന്നവരോ ഒക്കെ വരുമ്പോൾ നമ്മൾ കൈ കൂപ്പാറുണ്ടല്ലേ. അതുപോലെ എന്തെങ്കിലും ഒബ്ജക്റ്റ്, എന്തെങ്കിലും മോണമെൻറ്റ്സ്, സ്മാരകങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും സിംബലുകൾ അല്ലെ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ വരുന്നുണ്ട്, പലതരത്തിലുള്ള ഫീലിങ്ങുകൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഓരോന്നുമായി ബന്ധപ്പെട്ട്, ഇപ്പം നമ്മളൊരു മതവുമായി ബന്ധപ്പെട്ട ഒരു സിംബലാണ് കാണുന്നതെങ്കിൽ നമുക്കവിടെ ഭക്തിയായിരിക്കും, അതിനോടൊരു ബഹുമാനം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സിംബൽ കാണുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, കൾച്ചർ എന്ന് പറയുന്നത് സിംബോളിക്കാണ്. കൾച്ചറിന് പ്രതീകങ്ങളായിട്ട് നിൽക്കാനായിട്ട് പറ്റും. ഇപ്പം നാഷണലിസം എന്ന് പറയുന്ന നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ദേശത്തോടുള്ളൊരു സ്നേഹം അല്ലേ, അതിനോടുള്ള ആദരവ്, അതിന് എപ്പോഴും നമ്മളോട് അത് പറയണം എന്നില്ല. മറിച്ച് നമുക്കൊരു ദേശീയ പതാക കാണുമ്പോഴോ അല്ലെങ്കിൽ ദേശീയ ചിഹ്നം കാണുമ്പോഴോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലുള്ള ആദരവ് സ്വാഭാവികമായി ഉണ്ടാകുന്നു. അത് നമ്മുടെ കൾച്ചറാണ് അല്ലേ. ഇനി അടുത്തത് എന്താണ്, കൾച്ചർ ഈസ് ഡൈനാമിക്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഗ്രാൻഡ് മദറിൻ്റെ വിവാഹത്തെ പറ്റിയും ഗ്രാൻഡ് മദറിൻ്റെ
പേരക്കുട്ടിയുടെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇൻ മൈ യങ്ങർ ഡേയ്സ് മാരേജ് വെയർ വെരി സിമ്പിൾ. മൈ മാരേജ് ടുക്ക് പ്ലേസ് ഇൻ എ പവലിയൻ സെറ്റപ്പ് ഇൻ ദ ഫ്രണ്ട് യാർഡ്. അപ്പോൾ മുത്തശ്ശി പറയുന്നത് എന്താണ്, എൻ്റെ ചെറുപ്പകാലത്തെ വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമായിരുന്നു അല്ലേ. അപ്പോൾ എൻ്റെ വിവാഹം നടന്നത് എങ്ങനെയാണ്, വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കിയൊരു മണ്ഡപത്തിലാണ് വിവാഹം നടന്നത്. ഓൺലി ക്ലോസ് റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വെയർ ഇൻവൈറ്റഡ്. വളരെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദ ഫുഡ് വാസ് കുക്ക്ഡ് ബൈ മൈ റിലേറ്റീവ്സ്. അറ്റ് ദാറ്റ് ടൈം മോർ അറ്റൻഷൻ വാസ് ഗിവൻ ടു മാരേജ് സെറിമണീസ് ആൻഡ് കസ്റ്റംസ്. അപ്പോൾ അന്ന് അവിടെ കഴിക്കാനുള്ള ഭക്ഷണം സദ്യയൊക്കെ ഉണ്ടാക്കിയത് ആരാണ്, ബന്ധുക്കളെല്ലാം ചേർന്നാണ് ഉണ്ടാക്കിയത്. അക്കാലത്ത് എന്തായിരുന്നു, അവിടെയുള്ള വിവാഹ ചടങ്ങുകളിലൊക്കെയാണ് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത്. ബട്ട് മൈ ഗ്രാൻഡ് ഡോട്ടേഴ്സ് മാരേജ് വാസ് എ ഗ്രാൻഡ് സെലിബ്രേഷൻ. അപ്പോൾ പക്ഷേ എൻ്റെ പേരക്കുട്ടിയുടെ വിവാഹം എങ്ങനെയാണ്, വളരെ വലിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. എ ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആൻഡ് സ്പേഷ്യസ് ഓഡിറ്റോറിയം വിത്ത് സ്റ്റേജ് ഫുൾ ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ്. ഇൻ അവർ ടൈം മാരേജ് വെയർ ജസ്റ്റ് എ വൺ ഡേ ഇവൻറ്റ്. അപ്പോൾ എന്താണ്, പേരക്കുട്ടിയുടെ വിവാഹം നടന്ന എവിടെയാണ്, വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. സ്റ്റേജിൽ നിറയെ ആരായിരുന്നു, ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി മുത്തശ്ശിയുടെ കാലഘട്ടത്തിൽ മാരേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ദിവസത്തെ മാത്രം ഒരു ചടങ്ങായിരുന്നു. ബട്ട് ടുഡേ വാട്ട് ഓൾ ന്യൂ പ്രീ വെഡിങ് സെലിബ്രേഷൻസ് ആർ ദെയർ ലൈക്ക് ഹൽദി ആൻഡ് മെഹന്തി സെറിമണീസ്. പക്ഷെ ഇന്നെന്താണ്, വിവാഹത്തിന് മുന്നേയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്, ഹൽദിയും മെഹന്തിയൊക്കെ ഉണ്ട്. വാട്ട് ഓൾ ചേഞ്ചസ് ഇൻ ദ കണ്ടക്ട് ഓഫ് മാരേജ് ഇറ്റ് സെൽഫ്. ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം വാസ് ഇൻ ചാർജ് ഓഫ് എവരിത്തിങ്. അപ്പോൾ എന്താണ്, വിവാഹം നടത്തുന്ന രീതിക്ക് എന്ത് ചെയ്തു, മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആരാണ് അതൊക്കെ നോക്കുന്നത്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ദെയർ വാസ് എ സെപ്പറേറ്റ് ടീം ഫോർ കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് സർവീസസ്. അതുപോലെ തന്നെ അവിടെ എന്തുകൊണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നതിനും അത് എന്താണ് വിതരണം ചെയ്യുന്നതിനും ഒക്കെ ഒരു കാറ്ററിംഗ് ടീമും ഉണ്ടായിരിക്കും. ദ ഫീസ്റ്റ് ഇൻക്ലൂഡ്സ് ഡിഷസ് ദാറ്റ് ഐ ഹാഡ് നെവർ എവൻ ഹേർഡ് ഓഫ്. അപ്പോൾ എന്താണ്, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത വിഭവങ്ങളൊക്കെ ആയിരുന്നു ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നത്. ഹൗ മച്ച് മാരേജ് സെറിമണീസ് ഹാവ് ചേഞ്ച്ഡ് ഫ്രം സിമ്പിൾ കസ്റ്റംസ്. അപ്പോൾ വളരെ ലളിതമായ ചടങ്ങുകളിൽ നിന്ന് വിവാഹം എത്രത്തോളമാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുത്തശ്ശിയുടെ വിവാഹവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുമകളുടെ വിവാഹവും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ആ വിവാഹമൊക്കെ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. വിവാഹ ചടങ്ങുകളിലും അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ രീതികളിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയേ, എന്തൊക്കെയാണ്, ഇവിടെ സേവ് ദ ഡേറ്റിൻ്റെ ചിത്രമുണ്ട്, മെഹന്തിയുടെ ചിത്രമുണ്ട്, വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ചിത്രമുണ്ട് അല്ലേ. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ എന്താണ്, ഇപ്പോൾ മാരേജിലുള്ള മോഡേൺ ട്രെൻഡ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മാരേജ് സെറിമണീസിൽ വന്ന മാറ്റങ്ങൾ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്, മാരേജ് റിസപ്ഷൻ ഉണ്ടായി അല്ലേ, പിന്നെന്താ ഉണ്ടായി, ബ്രൈഡൽ ഷവർ, ഹൽദി, മെഹന്തി, പ്രീ വെഡ്ഡിംഗ് ഷൂട്ട്, പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ട്, ഇതൊക്കെ ഇപ്പോൾ ഉണ്ട് അല്ലേ. മാരേജ് ഈസ് എ സോഷ്യൽ ഗ്യാതറിംഗ് വെയർ എവരി വൺ ഇൻക്ലൂഡിങ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് നേറ്റീവ്സ് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ബന്ധുക്കളും കൂട്ടുകാരും എന്താണ് അതുപോലെ നമ്മുടെ നാട്ടുകാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ആണ് ഏതെന്ന് പറയുന്നത്, മാരേജ് എന്ന് പറയുന്നത്. വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ടെക്നോളജി സെറിമണീസ് ലൈക്ക് മാരേജസ് ആർ അണ്ടർ ഗോയിങ് വാസ്റ്റ് ചേഞ്ച്. അപ്പോൾ എന്താണ്, നമ്മളുടെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് എന്താണ്, വിവാഹം പോലെയുള്ള ആഘോഷങ്ങളിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആസ് പാർട്ട് ഓഫ് ദ എക്സ്ട്രാവഗൻസ കണക്റ്റഡ് വിത്ത് മാരേജ് ലോട്ട്സ് ഓഫ് ന്യൂ എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ഡെവലപ്ഡ് ആൻഡ് മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ്, ഈ പുതിയ പുതിയ മേഖലകൾ ഉണ്ടാകുന്നതനുസരിച്ച്, അതായത് വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ചടങ്ങുകൾ ഉണ്ടാകുന്നതനുസരിച്ച് ഒരുപാട് ആളുകൾക്ക് ജോലിയും കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ ഹൽദി അല്ലെങ്കിൽ മെഹന്തി നടക്കുന്നു എന്ന് വിചാരിക്കുക. നേരത്തെ എന്താണ്, കല്യാണങ്ങൾക്കൊക്കെ മൈലാഞ്ചി ഇടുമെങ്കിലും അതൊരു ദിവസത്തെ ചടങ്ങായിട്ടൊന്നും ആയിരിക്കത്തില്ല. വിവാഹത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് മൈലാഞ്ചി ഇടുന്നവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അതെന്താണ്, മെഹന്തി ഒരു ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നു, മെഹന്തി ഇടുന്ന ഡേ ഒരു സെലിബ്രേഷൻ പോലെയാണ് എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. അപ്പം ഈ മെഹന്തി ആർട്ടിസ്റ്റുകൾക്കൊക്കെ ജോലി കിട്ടത്തില്ലേ, അപ്പോൾ ഒരു ദിവസത്തെ ആ മെഹന്തി ആർട്ടിസ്റ്റുകൾക്ക് ജോലി കിട്ടുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫുഡ് അവർ എന്താണ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസുകാർക്ക് ജോലി കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ ചടങ്ങുകൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് അവിടെ ജോലിയും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ മാരേജ് ഹാവ് ചേഞ്ച്ഡ് ഫ്രം സിമ്പിൾ കസ്റ്റംസ് ടു കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ് സെലിബ്രേഷൻസ്. അപ്പോൾ വളരെ ലളിതമായ ചടങ്ങുകളിൽ നിന്ന് വളരെ സങ്കീർണമായതും അതുപോലെ തന്നെ വളരെ ചിലവേറിയതുമായ ചടങ്ങുകളൊക്കെ ആയിട്ട് എന്ത് മാറിയിട്ടുണ്ട്, വിവാഹം മാറിയിട്ടുണ്ട്. However, haven't you noticed that many traditional marriage customs are still followed with changes? അതായത് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും മാറ്റമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ചില ചടങ്ങുകളൊക്കെ തുടർന്ന് വരുന്നുമുണ്ട്. ദിസ് ഷോസ് ഹൗ കൾച്ചർ അണ്ടർഗോസ് ചേഞ്ചസ് ഇൻകോർപ്പറേറ്റിംഗ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്, കൾച്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം മോഡേണിറ്റിക്കൊപ്പം അതിൻ്റെ മാറ്റങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്വീകരിക്കുന്നുണ്ട്. മോഡേൺ വേൾഡിൻ്റെ മാറ്റങ്ങൾ സ്വീകരിക്കുമ്പം പാരമ്പര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, മുറുകെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ കൾച്ചറിന് എന്ത് സംഭവിക്കുന്നു? ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൾച്ചറിനെ എന്താണെന്ന് പറയുന്നത്? കൾച്ചർ ഈസ് ഡൈനാമിക് എന്ന് പറയുന്നത്. കൾച്ചർ മാറ്റങ്ങൾക്ക് വിധേയമാണ്, അല്ലെങ്കിൽ കൾച്ചർ ചലനാത്മകമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അടുത്തതായിട്ട് എന്താ പറയുന്നത്? കൾച്ചർ ഈസ് കസ്റ്റമറി. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? സാമ്പ്രദായികമാണ്. ചില സമ്പ്രദായങ്ങൾക്ക് കീഴിലാണ് കൾച്ചർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ തെയ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തെയ്യം ഈസ് എ കസ്റ്റമറി ആർട്ട് ഫോം ഫ്രം നോർത്തേൺ കേരള. വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു സാമ്പ്രദായികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആചാരപരമായിട്ടുള്ള ആർട്ട് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? തെയ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡൈവേഴ്സ് റിച്വൽസ്. ഇതിന് ഒത്തിരി എന്തുണ്ട്? ചടങ്ങുകളൊക്കെ ഉണ്ട്. ദ ഫസ്റ്റ് റിച്വൽ ഇൻ തെയ്യം ഈസ് അടയാളം കൊടുക്കൽ, വിച്ച് ഇൻവോൾവ് ഷെഡ്യൂളിംഗ് ദ ഡേറ്റ് ഫോർ തെയ്യം ആൻഡ് പ്രിപ്പയറിംഗ് ദ ആർട്ടിസ്റ്റ് ടു ഡൺ ദ കോസ്റ്റ്യൂം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് അടയാളം കൊടുക്കലാണ്. എന്ത് ചെയ്യുന്നു? അവിടെ ഡേറ്റ് എടുത്തിട്ട് ഏത് ഡേറ്റിലാണ് തെയ്യം കെട്ടി ആടേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് ആരാണ് തെയ്യം കെട്ടുന്നത്, അതായത് ആ വേഷം ചെയ്യുന്നത് ആരാണെന്ന് കൂടി തീരുമാനിക്കുന്നു. ദ ആർട്ടിസ്റ്റ് പെർഫോമിംഗ് തെയ്യം ഒബ്സർവ്സ് വ്രതം ഫോർ 1 to 7 days. അപ്പോൾ ഈ തെയ്യം കെട്ടുന്ന ആള് എന്ത് ചെയ്യും? 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കും. തെയ്യം ഈസ് പെർഫോംഡ് അറ്റ് കാവ് ആൻഡ് അതർ പ്ലേസസ് വൺസ് എ ഇയർ. അപ്പോൾ എന്താണ്? തെയ്യം എന്ത് ചെയ്യാറുണ്ട്? കാവുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വർഷത്തിലൊരിക്കലാണ് കെട്ടിയാടുന്നത്. നമ്മളുടെ ചില തറവാടുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? തെയ്യം കെട്ടി ആടാറുണ്ട്. The തെയ്യം that exist in modern times are village sites that proclaim the continuity of customs and cultural vibrancy. അപ്പോൾ ഇന്നും എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തെയ്യം കെട്ടി ആടാറുണ്ട്. അവർ മോഡേൺ ടൈംസിലോട്ട് എത്തിയെങ്കിൽ പോലും ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ഈ ആധുനിക കാലത്തും അവരെന്ത് ചെയ്യുന്നുണ്ട്? തെയ്യം കെട്ടാറുണ്ട്. ഇതെന്താണ്? നമ്മളുടെ സമ്പ്രദായങ്ങളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ ഒരു തുടർച്ച എന്നോണം അവരിത് ചെയ്യാറുണ്ട്. ഇനി തെയ്യത്തിൻ്റെ കസ്റ്റംസ് എന്തൊക്കെയാണ്, ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സെവറൽ റിച്വലിസ്റ്റിക് ആർട്സ് ലൈക്ക് തെയ്യം ഷോക്കേസ് ദ റിച്ച് കൾച്ചറൽ ട്രഡീഷൻ ഓഫ് കേരള. അപ്പോൾ എന്താണ്? നമുക്ക് പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളുണ്ട്. അതുപോലുള്ള കലാരൂപമായി തെയ്യവും എന്ത് ചെയ്യുന്നു? നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യമാണ് നമുക്ക് വെളിവാക്കി തരുന്നത്. സിമിലർലി ദെയർ ആർ മെനി ട്രഡീഷണൽ കസ്റ്റംസ് ഇൻ അവർ സൊസൈറ്റി. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ദേ ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആൻസസ്റ്റേഴ്സ് ടു ന്യൂ ജനറേഷൻസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ പൂർവികരിൽ നിന്ന് പുതുതലമുറയിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നവയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കൾച്ചർ എന്ന് പറയുന്നത് കസ്റ്റമറി ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ കൾച്ചറിൻ്റെ 4 ഫീച്ചേഴ്സ് ആണ് പഠിച്ചത്. ആദ്യം പഠിച്ചത് എന്തായിരുന്നു? കൾച്ചർ ഈസ് ലേൺഡ്. കൾച്ചർ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? രണ്ടാമത്തെ എന്തായിരുന്നു? കൾച്ചർ ഈസ് ഷെയർഡ്. കൾച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കുവയ്ക്കുന്നുണ്ട്, അല്ലേ? മൂന്നാമത്തെ എന്തായിരുന്നു? കൾച്ചർ ഈസ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ കൾച്ചറിന് എന്ത് വരുന്നുണ്ട്? ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അടുത്തത് എന്താണ്? കൾച്ചർ ഈസ് കസ്റ്റമറി. കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കസ്റ്റംസിനെയൊക്കെ പിന്തുടരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കൾച്ചറൽ ചേഞ്ചസ് ആണ്. കൾച്ചറിന് ചേഞ്ചസ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ചേഞ്ചുകളൊക്കെ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായി പോകുന്നത്. കൾച്ചർ ഈസ് ദ ഗൈഡ് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കുള്ള ഒരു മാർഗനിർദ്ദേശിയെ പോലെയാണ് സംസ്കാരം പ്രവർത്തിക്കുന്നത്. ഫ്രം ടൈം ടു ടൈം എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ അണ്ടർഗോ ചേഞ്ചസ്. അതായത് സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ കൾച്ചറിൻ്റെ എലമെൻറ്റ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ അവർ ഡയറ്റ്, ക്ലോത്തിങ്, ഫാമിലി റിലേഷൻഷിപ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആർ എക്സാമ്പിൾ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. നമ്മളുടെ ഭക്ഷണത്തിൽ, വസ്ത്രരീതിയിൽ, കുടുംബ ബന്ധങ്ങളിൽ, അതുപോലെ വിദ്യാഭ്യാസ രീതിയിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. കൾച്ചറൽ ചേഞ്ചസ് മീൻസ് ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ അക്രോസ്. അപ്പം കൾച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെറ്റീരിയൽ ആയിട്ടും നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള എലമെൻറ്റ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയും. കൾച്ചറൽ ചേഞ്ച് മെയിൻലി ഒക്കേഴ്സ് വെൻ വൺ കൾച്ചർ കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് അതർ കൾച്ചർ. പ്രധാനമായും കൾച്ചറൽ ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ദീസ് ചേഞ്ചസ് ഹാപ്പൻ മെയിൻലി ഇൻ 3 ways. അപ്പോൾ ഈ 3 രീതിയിൽ എന്ത് ചെയ്യുക? 2 കൾച്ചറുകൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ചേഞ്ചസ് ഉണ്ടാകാം. ആ 3 രീതികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റെസ്റ്റോറൻറ്റിലെ മെനു കാർഡ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ നോക്കുക. മീൽസ്, പുട്ട്, ചപ്പാത്തി, ദോശ, അപ്പം, നാൻ, ചിക്കൻ കറി, അൽഫാം, മന്തി, സൂപ്പ്, പൂരി മസാല, ചിക്കൻ തന്തൂരി, പനീർ ബട്ടർ മസാല, എഗ് ന്യൂഡിൽസ്, വെജിറ്റബിൾ സാൻഡ്വിച്ച്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ കേരളീയമായിട്ടുള്ള തനത് ഭക്ഷണ സാധനങ്ങൾ മാത്രമാണോ ഇതൊക്കെ എന്ന് പറയുന്നത്? അല്ല. നമ്മളിപ്പോൾ അൽഫാം, മന്തി, ഇതൊക്കെ എന്താണ്? നമുക്ക് പുറത്തു നിന്ന് വന്ന സാധനങ്ങളാണ്, അല്ലേ? അല്ലെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന വിഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മെനു കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലേ?
കൾച്ചറൽ ഡിഫ്യൂഷൻ റെഫേഴ്സ് ടു ദ സ്പ്രെഡ് ഓഫ് യുണീക്ക് ആസ്പെക്ട്സ് ഓഫ് വൺ കൾച്ചർ ഇൻ ടു അനദർ. അതായത് ഒരു കൾച്ചറിലെ യുണീക്ക് ആയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറ്റൊരു കൾച്ചറിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ദിസ് ഹാപ്പൻസ് വെൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകൾ തമ്മിൽ എന്ത് ചെയ്യുമ്പോൾ, ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൾച്ചറൽ ഡിഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ദിസ് ഡിഫ്യൂഷൻ ക്യാൻ ഹാപ്പൻ ഫ്രം വൺ കൾച്ചർ ടു അനദർ ആൻഡ് വൈസ് വേഴ്സ. ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്കോ തിരിച്ച് ഇങ്ങോട്ടോ എന്ത് സംഭവിക്കാം, കൾച്ചറൽ ഡിഫ്യൂഷൻ സംഭവിക്കാം. ആസ് ദ നമ്പർ ഓഫ് ഗസ്റ്റ് വർക്കേഴ്സ് ഇൻ കേരള ഇൻക്രീസ്ഡ് ദെയർ ഫുഡ് ഐറ്റംസ് ഓൾസോ ബിക്കെയിം വൈഡ്ലി അവൈലബിൾ ഹിയർ. അതായത് നമ്മളുടെ കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴത്തേക്കും ഇവിടെ എന്ത് ചെയ്യുന്നു, അവരുടെ ഫുഡ് ഐറ്റംസിനും വളരെയധികം അവൈലബിലിറ്റി ഉണ്ടാകുന്നു. അതായത് ഇവിടെ അതിഥി തൊഴിലാളികൾ കൂടുമ്പോൾ അവരുടെ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങും. ഇപ്പോൾ അതുപോലെ നമുക്ക് തിരിച്ച് ചിന്തിക്കാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്നവരില്ലേ, അപ്പോൾ അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങുകയോ അല്ലെങ്കിൽ അവിടെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഇന്ത്യൻ കുസീൻസ് ഉൾപ്പെടുത്തുകയോ ചെയ്യത്തില്ലേ. അതേപോലെ തന്നെ എക്സാമ്പിൾസ് ആർ പാനിപൂരി, പനീർ ടിക്ക ആൻഡ് ദാൽ മഖനി. അപ്പോൾ എന്താണ്, ഇവിടെ അവർ വന്നതുമൂലം, അതിഥി തൊഴിലാളികൾ വന്നതുമൂലം വന്ന ഭക്ഷണത്തിൻ്റെ എക്സാമ്പിളുകളാണ് പാനിപൂരിയും പനീർ ടിക്കയും ദാൽ മഖനിയും ഒക്കെ. സിമിലർ ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ക്ലോത്തിങ്, ലാംഗ്വേജസ് ആൻഡ് ഫെസ്റ്റിവൽസ് ടു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ വസ്ത്രധാരണം, അതുപോലെ തന്നെ ഭാഷയിലുള്ള മാറ്റങ്ങൾ, ആഘോഷങ്ങളിലുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കൾച്ചറൽ ഡിഫ്യൂഷൻ ഒക്കേഴ്സ് വെൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻട്രാക്ട് ഇൻ എ ഫ്രണ്ട്ലി മാനർ. അപ്പോൾ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൾച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സൗഹാർദ്ദപരമായി എന്ത് ചെയ്യുമ്പോൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്നതിനെയാണ് നമ്മൾ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത കൾച്ചറൽ ചേഞ്ചിൻ്റെ കാരണമാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. റിതി സെലിബ്രേറ്റഡ് ഓണം വിത്ത് അസ് ആഫ്റ്റർ സെലിബ്രേറ്റിംഗ് തീജ് ഇൻ ഹർ വില്ലേജ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട റിതി ഉണ്ടല്ലോ, റിതി എന്ത് ചെയ്തു, അവളുടെ വില്ലേജിൽ പോയിട്ട് മറ്റേ ഹരിയാലി തീജ് ആഘോഷിച്ചതിന് ശേഷം കേരളത്തിലെത്തി എന്തു ആഘോഷിച്ചു, ഓണവും ആഘോഷിച്ചു. എലോങ് വിത്ത് ലേണിംഗ് ഹെർ ഓൺ കൾച്ചർ, റിതി ഈസ് ഓൾസോ ലേണിംഗ് അബൌട്ട് ദ കൾച്ചർ ഓഫ് അനദർ പ്ലേസ്. അപ്പം റിതി എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ കൾച്ചർ പഠിക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തിൻ്റെ കൾച്ചറും റിതി പഠിക്കുന്നു. ലേണിംഗ് അനദർ കൾച്ചർ ലൈക്ക് ദിസ് ഈസ് അക്കൾച്ചറേഷൻ. ഇതുപോലെ മറ്റൊരു കൾച്ചർ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. പാർഷ്യൽ ചേഞ്ചസ് ടു വൺസ് ഓൺ കൾച്ചർ ഹാപ്പൻ ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ കൾച്ചർ. അതായത് മറ്റൊരു കൾച്ചറിൻ്റെ സ്വാധീനത്താൽ അവരുടെ സ്വന്തം കൾച്ചറിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മുഴുവനായിട്ട് മാറുകയല്ല, മറിച്ച് എന്താണ്, ഭാഗികമായിട്ട് മാറുന്നു. അറ്റ് ദ സെയിം ടൈം മെനി ഓഫ് ഇറ്റ്സ് ഒറിജിനൽ എലമെൻറ്റ്സ് ആർ സസ്റ്റെയിൻഡ്. അതേസമയം തന്നെ അവരുടെ യഥാർത്ഥ കൾച്ചറൽ എലമെൻറ്റ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുമുണ്ട്. അടുത്തതാണ് കൾച്ചറൽ അസിമിലേഷൻ. വിനു ആൻഡ് ഫാമിലി മൈഗ്രേറ്റഡ് ഫ്രം കേരള ടു ഓസ്ട്രേലിയ 5 years എഗോ. വിനുവും കുടുംബവും കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് 5 വർഷം മുൻപ് കുടിയേറി പാർത്തവരാണ്. ആഫ്റ്റർ 4 years ഓഫ് പെർമനന്റ് റെസിഡൻസ് ദേ ഗോട്ട് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ്. അവിടെ 4 വർഷം പെർമനന്റ് ആയിട്ട് താമസിച്ചതിന് ശേഷം അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിച്ചു. ഇൻ ദ ബിഗിനിങ് ദേ സ്ട്രഗിൾ ടു അക്കോമഡേറ്റ് ടു ദ ക്ലൈമറ്റ്, ലാംഗ്വേജ്, സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദാറ്റ് പ്ലേസ്. ആദ്യകാലത്ത് അവിടുത്തെ കാലാവസ്ഥയുമായും ഭാഷയുമായും സാമൂഹിക പെരുമാറ്റങ്ങൾ, അതുപോലെ ഭക്ഷണശീലങ്ങൾ, ഇതുമായിട്ടൊക്കെ ഇവർക്ക് പൊരുത്തപ്പെടാൻ പാടായിരുന്നു. ഗ്രാജുവലി ദി അക്കോമഡേറ്റഡ് ടു ഓസ്ട്രേലിയൻ കൾച്ചറൽ പ്രാക്ടീസസ്. പതിയെ പതിയെ അവരെന്ത് ചെയ്തു, അവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്തൊക്കെയാണ് അവർക്ക് ആദ്യം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇവർക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നത്, ക്ലോത്തിങ്, ക്ലൈമറ്റ്, ലാംഗ്വേജ്, ഇതെല്ലാം വന്നു അല്ലേ. ടു ലീവ് ഇൻ ഓസ്ട്രേലിയ വിനു ഹാഡ് ടു ലേൺ ദ ലോക്കൽ ലാംഗ്വേജ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് അതർ കൾച്ചറൽ പ്രാക്ടീസസ്. അപ്പോൾ വിനുവിന് അവിടെ താമസിക്കാൻ വേണ്ടി വിനു എന്തൊക്കെ പഠിക്കേണ്ടി വന്നു, അവിടുത്തെ സംസാര ഭാഷ, അതുപോലെ അവിടുത്തെ ഭക്ഷണശീലം, അവരുടെ മറ്റ് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വന്നു. ഇൻ ദിസ് വേ വിനു ഹു ഈസ് കേരളൈറ്റ് വാസ് ഫോഴ്സ്ഡ് ടു ചേഞ്ച് ടു ദ കൾച്ചർ ഓഫ് ഓസ്ട്രേലിയ. അതായത് ഇവിടെ വിനു എന്താണ്, വിനു കേരളത്തിലുള്ള ആളാണ്, മലയാളിയാണ്. പക്ഷേ വിനുവിന് അവിടെ താമസിക്കണമെങ്കിൽ ഓസ്ട്രേലിയയുടെ കൾച്ചർ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു അവസ്ഥ വരുന്നു. In this manner, one way of living and culture are assimilated into a dominant culture and way of living. ഇത്തരത്തിൽ ഒരു കൾച്ചർ എന്ത് ചെയ്യുന്നു, മറ്റൊരു കൾച്ചറിൻ്റെ കീഴിലേക്കായി പോകുന്നു. അതായത് വേറൊരു കൾച്ചർ നമ്മുടെ കൾച്ചറിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. കൾച്ചറൽ അസിമിലേഷൻ ഹാപ്പൻസ് വെൻ വൺ കൾച്ചർ സബോർഡിനേറ്റ് അനദർ കൾച്ചർ ഇൻ ദിസ് വേ. ഇതുപോലെ ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറിനെ എന്ത് ചെയ്യുന്നത്, തൻ്റെ കീഴിലാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ത്രൂ ദിസ്
The unique features of one culture are gradually lost and the ways of another culture replace it. അപ്പോൾ എന്താണ് ഇങ്ങനെ ആയി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു കൾച്ചറിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് ഇല്ലാതാവുകയും ആ സ്ഥാനത്തെല്ലാം മറ്റേ കൾച്ചർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അക്കൾച്ചറേഷനും കൾച്ചറൽ അസിമിലേഷനും ഡിഫറൻ്റ് ആണ്. അക്കൾച്ചറേഷനിൽ റിതി എന്താ ചെയ്തത്? റിതി അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അവളുടെ സ്വന്തം കൾച്ചർ നഷ്ടമാകാതെ തന്നെ അവൾ മറ്റൊരു കൾച്ചർ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. അതാണ് അക്കൾച്ചറേഷൻ. എന്നാൽ വിനുവിൻ്റെ കാര്യത്തിൽ എന്താ പറ്റിയത്? അവിടെ കൾച്ചറൽ അസിമിലേഷൻ ആണ്. അവിടെ വിനു ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. അവിടെ ജീവിക്കണമെങ്കിൽ ഈ കൾച്ചർ പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ മറ്റൊരു കൾച്ചർ പഠിക്കുകയും അങ്ങനെ സ്വന്തം കൾച്ചറിൻ്റെ പല എലമെൻസും വിനുവിന് നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അക്കൾച്ചറേഷനും കൾച്ചറൽ അസിമിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ റിതിയെയും വിനുവിനെയും തന്നിട്ട് അവരുടെ രണ്ടുപേർക്കും എന്താ സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്കൾച്ചറേഷൻ, കൾച്ചറൽ അസിമിലേഷൻ ആൻഡ് കൾച്ചറൽ ഡിഫ്യൂഷൻ ഹാപ്പൻസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇന്റേണൽ ഫാക്ടേഴ്സ് വിത്തിൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിലെ ആന്തരികമായ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെ ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന സ്വാധീനം കൊണ്ടോ മാറ്റം കൊണ്ടോ ആണ് എന്തൊക്കെ സംഭവിക്കുന്നത്? അക്കൾച്ചറേഷനും കൾച്ചറൽ അസിമിലേഷനും കൾച്ചറൽ ഡിഫ്യൂഷനും സംഭവിക്കുന്നത്. ഹൗവർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓൾസോ കോസ് കൾച്ചറൽ ചേഞ്ചസ്. അപ്പോൾ ഈ ഇന്റേണൽ ഫാക്ടേഴ്സിനെ പോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എന്തിന് കാരണമാകുന്നുണ്ട്? കൾച്ചറൽ ചേഞ്ചസിന് കാരണമാകുന്നുണ്ട്. കൾച്ചറൽ ഇന്നോവേഷൻസ് ആൻഡ് എൻവിറോൺമെന്റൽ ചേഞ്ചസ് ആർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് കൾച്ചറൽ ചേഞ്ചസ്. അപ്പോൾ കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? കൾച്ചറൽ ഇന്നോവേഷൻസും എൻവിറോൺമെന്റൽ ചേഞ്ചസും ആണ്. അപ്പോൾ ഇനി അതിനെപ്പറ്റി നമുക്ക് വിശദമായി നോക്കാം. കൾച്ചറൽ ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ ചേഞ്ച്. അപ്പോൾ ഇവിടെ നോക്കൂ, പലതരത്തിലുള്ള അടുപ്പുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റൗസ്. ആദ്യത്തേത് വുഡ് സ്റ്റൗ ആണ്, അടുത്തത് കെറോസിൻ സ്റ്റൗ ആണ്, അത് വിക്കാണ്. പിന്നെ അടുത്ത കെറോസിൻ സ്റ്റൗ പ്രഷർ ഉണ്ട്, ഗ്യാസ് സ്റ്റൗ ഉണ്ട്, ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ട്, ഓവൻ ഉണ്ട്. പിക്ചേഴ്സ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് കുക്കിംഗ് സ്റ്റൗസ് ആർ ഗിവൺ. അപ്പോൾ പലതരത്തിലുള്ള കുക്കിംഗ് സ്റ്റൗസിൻ്റെ ചിത്രമാണ് കണ്ടിരുന്നത് അല്ലേ? വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ദ ഡിസൈൻ ഓഫ് സ്റ്റൗസ് ആൻഡ് കുക്കിംഗ് മെത്തേഡ് ഹാവ് ചേഞ്ച്ഡ്. അതായത് നമ്മുടെ ടെക്നോളജിയിൽ, സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്റ്റൗവിൻ്റെ ഡിസൈനും മാറുന്നുണ്ട്, കുക്കിംഗ് മെത്തേഡും മാറുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ ഇപ്പോൾ വിറകടുപ്പിൽ കത്തിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവൻ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ സ്റ്റൗവിൻ്റെ ഡിസൈനും മാറുന്നില്ലേ? അപ്പോൾ ഡിസൈനും മാറുന്നു, അതോടൊപ്പം തന്നെ എന്തോ സംഭവിക്കുന്നു? അതിനകത്ത് കുക്ക് ചെയ്യുന്ന മെത്തേഡിന് മാറ്റം ഉണ്ടാകുന്നു. ദിസ് ഇൻഫ്ലുവൻസ്ഡ് അവർ ഫുഡ് കൾച്ചർ സിഗ്നിഫിക്കൻ്റ്ലി. ഇത് നമ്മളുടെ ഭക്ഷണ സംസ്കാരത്തെ എന്ത് ചെയ്യുന്നു? വളരെ വലിയ രീതിയിൽ മാറ്റുന്നുണ്ട്. ഡെവലപ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി ലീഡ് ടു കൾച്ചറൽ ഇന്നോവേഷൻസ്. അപ്പോൾ എന്താണ്? ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തിന് കാരണമാകുന്നു? കൾച്ചറൽ ഇന്നോവേഷൻസിന്, അതായത് സാംസ്കാരിക നവീകരണത്തിന് കാരണമാകുന്നു. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഓൺലൈൻ സിസ്റ്റം ആർ യൂസ്ഡ് മോർ ടു പർച്ചേസ് ഫുഡ് ടുഡേ. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമല്ലേ, ഓൺലൈനായിട്ട് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ടെക്നോളജിയിൽ വന്ന മാറ്റമാണ് എന്തിന് കാരണമായത്? നമ്മളിങ്ങനെ ഓൺലൈനിൽ ഫുഡ് വാങ്ങി കഴിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മളെ എത്തിച്ചത്. അടുത്തത് എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തിൻ്റെ? ഒരു ഉരുൾപൊട്ടലിൻ്റെ ഉണ്ട്, പിന്നെ വരൾച്ചയുണ്ട്, അതുപോലെ തന്നെ പ്രളയമുണ്ട് അല്ലേ? ലാൻഡ് സ്ലൈഡ്സ്, ഡ്രാഫ്റ്റ്, floods and rising sea levels often create situations that force people to leave their native place and move elsewhere. അതായത് ഇതുപോലുള്ള മണ്ണൊലിപ്പ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ, അതുപോലെ എന്താണ് വരൾച്ച, പ്രളയം, സമുദ്രനിരപ്പ് ഉയരുന്നത്, ഇതൊക്കെ എന്തിന് കാരണമാകുന്നു? ആളുകളെ അവരുടെ ജീവിക്കുന്ന ആ സ്ഥലം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നിർബന്ധിതരാക്കുന്നു. ദിസ് ചേഞ്ചസ് ദെയർ ഡെയിലി ലൈഫ്സ്. അവരുടെ നിത്യജീവിതം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അവർ സ്ഥലം മാറുന്നതിലൂടെ അവരുടെ നിത്യജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ദസ് environmental factors like natural disasters and climate change can bring about significant cultural changes. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കോ അല്ലെങ്കിൽ എന്താണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കോ ഒക്കെ സാംസ്കാരിക മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കൾച്ചറൽ ഡിഫ്യൂഷൻ, അക്കൾച്ചറേഷൻ, കൾച്ചറൽ അസിമിലേഷൻ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കൾച്ചറൽ ഇന്നോവേഷൻസ്, എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ്. ഓക്കെ, ഇത് കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെ ഏത് ഫാക്ടറിലാണ് വരുന്നത് എന്ന് നോക്കി കൃത്യമായി രേഖപ്പെടുത്തുക. ഗവൺമെൻറ് ടു ബിൽഡ് ടൗൺഷിപ്പ് ഫോർ ദോസ് ഹൂ ലോസ്റ്റ് ദെയർ ഹോംസ് ഇൻ നാച്ചുറൽ കലാമിറ്റീസ്. അപ്പോൾ എന്താണ്? പ്രകൃതി ദുരന്തങ്ങളിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ടൗൺഷിപ്പ് നൽകുന്നു അല്ലേ? അപ്പോൾ അത് ഏതിൽ വരുന്നതാണ്? എക്സ്റ്റേണൽ ഫാക്ടറിലെ എൻവിറോൺമെൻറ്റൽ ചേഞ്ചിലാണ് ഒന്നാമത്തത് വരുന്നത്. 2, ഗവൺമെൻറ് സ്കീം ഫോർ കിച്ചൺ റിനോവേഷൻ ഫോർ BPL ഫാമിലീസ്. അപ്പോൾ BPL ഫാമിലീസിന് എന്താണ് കിച്ചൺ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്
ഗവൺമെൻറ് ഒരു സ്കീം നൽകുന്നു. അത് ഏതിലാണ് വരുന്നത്? കൾച്ചറൽ ഇന്നൊവേഷനിലാണ് വരുന്നത്. അടുത്തത് നോക്കൂ, മലയാളീസ് ഓൾസോ സെലിബ്രേറ്റ് ഹോളി ബൈ സ്പ്ലാഷിംഗ് കളേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? മലയാളീസും എന്ത് ചെയ്യുന്നു? നിറങ്ങൾ വാരി വിതറി ഹോളി ആഘോഷിക്കുന്നു. അത് ഏതിൽ വരുന്നു? കൾച്ചറൽ ഡിഫ്യൂഷനിൽ വരും. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് മലയാളീസ് അക്വയറിംഗ് ഫോറിൻ സിറ്റിസൺഷിപ്പ്. അതായത് ഫോറിൻസിൽ, അതായത് വിദേശ രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് നേടുന്ന മലയാളികളുടെ എണ്ണം കൂടുന്നു. അത് ഏതിലാണ്? കൾച്ചറൽ അസിമിലേഷൻ ആണ്. അടുത്തത് ഗസ്റ്റ് വർക്കേഴ്സ് സെലിബ്രേറ്റിംഗ് ബോത്ത് ഹോളി ആൻഡ് ഓണം. ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾ ഹോളിയും ഓണവും ഒരുപോലെ ആഘോഷിക്കുന്നു. അത് ഏതിൽ വരുന്നു? അക്കൾച്ചറേഷനിലാണ് വരുന്നത്. കൾച്ചർ ഈസ് എ ഡൈനാമിക് ആൻഡ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതും അതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗവുമാണ്. കൾച്ചർ ഷേപ്സ് എ സൊസൈറ്റി. സംസ്കാരമാണ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. ദി ബ്യൂട്ടി ആൻഡ് ദ ഗുഡ്നെസ് ഓഫ് സോഷ്യൽ ലൈഫ് ലൈസ് ഇൻ ദ കോഎക്സിസ്റ്റൻസ് ഓഫ് പീപ്പിൾ ഫ്രം ഡൈവേഴ്സ് കൾച്ചേഴ്സ്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. Therefore, it is essential to respect and tolerate different cultures and promote cultural harmony. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ബഹുമാനിക്കുകയൊക്കെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തുള്ളൂ? സന്തുഷ്ടകരമായ ഒരു ജീവിതം നയിക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.